ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ വിക്രത്തിന് വിട്ടിരിക്കുന്ന സമയത്ത് അവനോട് വല്ലാതെ ഇഷ്ടം തോന്നുന്നുണ്ട്. അപ്പോൾ അവൾ മനസ്സിലാക്കുന്നുണ്ട് വിട്ടിരിക്കുമ്പോഴാണ് ഇഷ്ടം കൂടുക എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവൾ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. കമലയുടെ കൂടെ ഓരോരോ തമാശ കാണിച്ചതും ഒക്കെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും അവൾക്ക് ഉറപ്പുണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ വിക്രം അവളുടെ അടുത്തേക്ക് വരുന്നു 100% ഉറപ്പുണ്ട്. അവളുടെ നിന്ന് വാക്ക് പാലിച്ച് വരും എന്നൊക്കെ അവൾക്ക് അറിയായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് ശ്രീകാന്ത് എന്താ ചെയ്യണേ, വരുണിനെ കൊന്നിട്ട് ആ കുറ്റം മുഴുവൻ നമ്മുടെ വിക്രത്തിൻ്റെ തലയിലേക്ക് ഇടാൻ നോക്കുന്നുണ്ട്. എന്തായാലും വരുണാണെങ്കിൽ അപകടം സംഭവിക്കുന്നുണ്ട്. ആ സംഭവം അറിഞ്ഞ് നമ്മുടെ ദീപ്തി ആണെങ്കിൽ ആകെ മയങ്ങി വീഴുന്നുണ്ട്. വേദയ്ക്ക് എന്തായാലും മനസ്സിലായി ഇതിൻ്റെ പിന്നിലെ കളി മുഴുവൻ ശ്രീകാന്തിനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ വേഗം വിക്രത്തിൻ്റെ ഫ്രണ്ട്സിനോട് വിളിച്ച് പറയുന്നുണ്ട് വിക്രത്തിനെ വേഗം ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക് ഇങ്ങനെ എത്തിക്കൂ, ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൾ കോടതിയിൽ ചെന്നിട്ട് അവൾ ഹാജരായിട്ട് നമ്മൾ വിക്രത്തിനെതിരെ എല്ലാം ഇതാക്കിയിട്ട് അവൾക്ക് വിക്രത്തിനെ എന്തായാലും റിലീസാക്കി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഒരു അപകടം നമ്മുടെ വിക്രത്തിന് സംഭവിക്കാൻ നമ്മുടെ വേദ അനുവദിക്കില്ല. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.